സ്വാധീനം നമ്മൾ സംസാരിക്കുന്നത് പാരക്യൂട്ട് പോയ്സണിങ്ങിനെ കുറിച്ചാണ്. പാരക്യൂട്ട് എന്നത് ഗ്രീഷ്മയുടെ വിഷയം വന്നതിന് ശേഷം കേരളത്തിൽ അല്ലെങ്കിൽ ഓൾ ഓവർ ദ വേൾഡ് ഒരുപാട് ചർച്ചയിൽ വന്ന ഒരു വിഷാംശമാണ്. പാരക്യൂട്ട് എങ്ങനെയാണ് ശരീരത്തിനെ എഫക്റ്റ് ചെയ്യുന്നതെന്ന് നമുക്കിന്ന് നോക്കാം. പാരക്യൂട്ട് വളരെ വിഷാംശമുള്ള ഒരു ദ്രാവക കീടനാശിനിയാണ്. അത് ഹെർബ്സിനെ കൊല്ലാൻ, കളകളെ നശിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കീടനാശിനിയാണ്. നമ്മൾ പാരക്യൂട്ട് വിഴുങ്ങിയാലോ ശ്വസിച്ചാലോ സ്പർശിച്ചാലോ വരെ പാരക്യൂട്ടിന്റെ വിഷബാധ ഉണ്ടായേക്കാം. ഒരു ചെറിയ ടീസ്പൂൺ മതി മരണം വരെ ഉണ്ടാക്കാൻ. പാരക്യൂട്ട് പോയ്സണിങ്ങിന് നമ്മുടെ ശരീരത്തിൽ ഹൃദയത്തെ, വൃക്കകളെ, കരളിനെ, ശ്വാസകോശത്തെ എല്ലാം ബാധിക്കുന്നു. പാരക്യൂട്ട് പോയ്സണിങ് വിഷബാധ ഏറ്റാൽ ഓക്സിജൻ പോലും തരാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതായത് ഓക്സിജൻ കൊടുക്കുമ്പോൾ അത് ഫ്രീ റാഡിക്കൽസ് ആയിട്ട് മാറുന്നു. ഈ ഫ്രീ റാഡിക്കൽസ് മേൽപ്പറഞ്ഞ ഓർഗൻസിനെ കൂടുതലായും നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പാരക്യൂട്ട് നാക്കിൽ തട്ടിയാൽ നാക്കിലെ നേർത്ത കോശങ്ങളിനകത്ത് കയറി ഫ്രീ റാഡിക്കൽസ് ഉണ്ടാക്കി കോശങ്ങളെ നശിപ്പിക്കുന്നു. കൂടിയ തോതിൽ, അതായത് 1 ടീസ്പൂൺ അളവിലാണ് അകത്ത് പോകുന്നതെങ്കിൽ നാവ് അടർന്നു പോകാനുള്ള സാധ്യതയും കൂടുതലാണ്. പാരക്യൂട്ട് അന്നനാളത്തിലും ആമാശയത്തിലും മറ്റ് ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ GIT ട്രാക്റ്റിലുള്ള എല്ലാ ഓർഗൻസിലെയും ഇതേ അളവിൽ തന്നെ ബാധിക്കുന്നു. വളരെ നേർത്ത കോശങ്ങളാണ് നമ്മുടെ GI ട്രാക്റ്റിലുള്ള, ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ ട്രാക്റ്റിലുള്ളത് വളരെ നേർത്ത കോശങ്ങളാണ്. ഈ നേർത്ത കോശങ്ങളെ ഇത് നശിപ്പിക്കുന്നു, അൾസേഴ്സ് ഉണ്ടാക്കുന്നു. അൾസേഴ്സ് ഉണ്ടാക്കിയിട്ട് ഇത് പൊട്ടാനുള്ള സാധ്യതയുണ്ട്. അതായത് പെർഫറേഷൻ, കിഴുത്തകൾ വീഴുന്നു, കുഴികൾ വീഴാനുള്ള സാധ്യതയുണ്ട്. കുഴികൾ വീണ് കഴിഞ്ഞാൽ GI ട്രാക്റ്റിലും എല്ലാം ഉള്ള ദ്രാവകങ്ങൾ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് ഇറങ്ങാനും ഇത് പ്രോബ്ലംസ് ഉണ്ടാക്കാനും ഒപ്പം ഇൻഫെക്ഷൻസ് ഉണ്ടാകാനും ഉള്ള സാധ്യത വളരെ കൂടുതലാണ്. തുപ്പൽ വിഴുങ്ങാൻ വരെ ബുദ്ധിമുട്ടുണ്ടാകുന്നു. ഒപ്പം നമ്മൾ കഴിക്കുന്ന സാധനങ്ങൾ ഈ ചെറിയ ദ്വാരങ്ങളിലൂടെ മറ്റു സ്ഥലങ്ങളിലേക്ക് പോകാനുമുള്ള സാധ്യതയുണ്ട്. ഒപ്പം ഇത് വളരെ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു അവസ്ഥയാണ്. ശ്വാസകോശത്തിലും ഇതേപോലെ ഓക്സിജൻ ഫ്രീ റാഡിക്കൽസ് ഉണ്ടാക്കുന്നു. ഈ ഓക്സിജൻ ഫ്രീ റാഡിക്കൽസ് നമ്മുടെ ശ്വാസകോശത്തിലെ വായു അറകളെ ബാധിക്കുന്നു, വായു അറകളെ നശിപ്പിക്കുന്നു, ഫൈബ്രോസിസ് എന്നൊരു അവസ്ഥ ഉണ്ടാക്കുന്നു. അതായത് കംപ്ലീറ്റ് ആയിട്ടും വായു അറകൾ നശിക്കുന്നു, ശ്വാസമുട്ടൽ അനുഭവപ്പെടുന്നു. കിഡ്നീസിനെ ബാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ നിന്ന് എലിമിനേറ്റ് ചെയ്ത് കളയേണ്ട സാധനങ്ങളെല്ലാം അക്യുമുലേറ്റ് ചെയ്ത് മറ്റു ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുമുള്ള സാധ്യതയുണ്ട്. മറ്റു ബുദ്ധിമുട്ടുകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ബ്രെയിനിനെ തന്നെ എഫക്റ്റ് ചെയ്യാനും ബ്രെയിൻ ഡാമേജസ് ഉണ്ടാക്കാനുമുള്ള സാധ്യതയുണ്ട്. അപ്പം ഈ പാരക്യൂട്ട് കരളിനെയും ഇതേപോലെ തന്നെ ബാധിക്കുന്നു. പ്രത്യേകിച്ച് ആന്റിഡോട്ട്സ് ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല. ചെറിയ തോതിലാണെങ്കിൽ നമുക്ക് ഫ്ലൂയിഡ്സ് കൊടുക്കുന്നത് വഴിയോ അല്ലെങ്കിൽ ചാർക്കോൾ, കരി ഉപയോഗിച്ചിട്ടുള്ള വയറ് കഴുകൽ വഴിയോ ഒക്കെ നമുക്ക് ഒരു പരിധി വരെ ഇതിന്റെ അബ്സോർപ്ഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടി സാധിക്കും. അന്നനാളം, ആമാശയം എന്നിവ GI ട്രാക്റ്റിനെ മൊത്തത്തിൽ എഫക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കത് തിരിച്ചു പിടിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുപോലെ തന്നെ ലങ്സും, വായു അറകളെല്ലാം നശിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അതിനെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത് വളരെ പ്രയാസകരമായ കാര്യമാണ്. ഒപ്പം കിഡ്നി നശിച്ചാലും ഡയാലിസിസ് ചെയ്ത് വഴി ഒരു പരിധി വരെ നമുക്ക് മാറ്റാമെങ്കിലും അതിനും ഒരു പരിധിയുണ്ട്. മരണം വരെ വേദന സഹിച്ചു കഴിയുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അത് വളരെ വേദനാജനകമായ ഒരു കാര്യമാണ്. ഒപ്പം ശ്വാസമുട്ടൽ ഉണ്ടാകുന്നു, വയറ്റിൽ നിന്ന് പോകുമ്പോൾ ചോര, തുപ്പൽ വിഴുങ്ങാൻ സാധിക്കുന്നില്ല, അടർന്നു വീഴുന്ന നാവ്, മൂക്കിൽ നിന്ന് ചോര, തൊണ്ടവേദന, ശ്വാസം മുട്ടൽ, വയറുവേദന, ഛർദിൽ, ഭക്ഷണം, തുപ്പലിറക്കാൻ പറ്റുന്നില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല. പാരക്യൂട്ട് നമ്മുടെ ശരീരത്തിൽ കയറി 12 മുതൽ 24 മണിക്കൂറിനകം യൂറിൻ ടെസ്റ്റ് ചെയ്താൽ കണ്ടുപിടിക്കാം എന്നല്ലാതെ വേറെ ഒരു രീതിയിൽ നമുക്കിത് കണ്ടുപിടിക്കാനുള്ള വഴിയില്ല. ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കാമെങ്കിലും അത് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഓക്സിജൻ പോലും കൊടുക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ്, ടെർമിനലി ഇല്ലാവുന്ന ഒരു അവസ്ഥയാണ്. ശ്വാസകോശത്തെ, ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ ട്രാക്റ്റിനെ അല്ലെങ്കിൽ അന്നനാളത്തിനെയും ആമാശയത്തിനെയും അതുപോലെ തന്നെ ലിവറിനെയും കിഡ്നികളെയും ബാധിച്ചതിന് ശേഷം ഇതുപോലുള്ള അൺവാണ്ടഡ് പ്രോട്ടീൻസ് എല്ലാം ഇതുപോലുള്ള അൺവാണ്ടഡ് ആയിട്ടുള്ള നമ്മുടെ ശരീരത്തിൽ എലിമിനേറ്റ് ആയി പോകാതെ കിടക്കുന്ന സാധനങ്ങൾ കാരണത്താലും അതുപോലെ ഈ ഓക്സിജൻ ഫ്രീ റാഡിക്കൽസ് ബ്രെയിനിലുണ്ടാക്കുന്ന ഡാമേജസ് കാരണത്താലും പേഷ്യൻറ്റിന് കുറച്ച് നാൾ കഴിയുമ്പോൾ കൺഫ്യൂഷൻസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് വരും. പൊട്ടാസ്യം, സോഡിയം എന്നിവയിലുള്ള വ്യത്യാസങ്ങൾ കാരണത്താലും പേഷ്യൻറ്റ് കൺഫ്യൂഷൻസ് ഉണ്ടാകുന്നു. അതുപോലെ പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങുന്നു. ഇതെല്ലാം കാരണത്താൽ വെന്റിലേറ്ററിൽ ഇടേണ്ടി വരുന്നു. പക്ഷേ ജീവൻ രക്ഷിച്ചെടുക്കാൻ ഉള്ള പോസിബിലിറ്റി വളരെ കുറവാണ്. സഫർ ചെയ്യുന്നവർക്കേ അറിയുള്ളൂ അവർ അനുഭവിച്ച ബുദ്ധിമുട്ടുകളെല്ലാം. Thanks for watching. If you are liking my videos, please do like, share and subscribe. Thank you.